ഈ പെൻസിൽ, ഈ ഇറേസർ, ഈ നോട്ട്ബുക്കും തന്നെ കണ്ട് പിള്ളേർ ചിലപ്പോൾ മടുക്കുന്നുണ്ടാവും. രണ്ടൊന്ന് ഗ്ലിറ്റർ പെന്നോ അല്ലെങ്കിൽ ഒരു പെയിന്റിങ് കിറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വെച്ച് അവർ അക്ഷരം എഴുതട്ടെ. അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൊണ്ടുപോകും. അവിടെ പോയി മണലിൽ ഈ ടെക്സ്ചറിൽ പിള്ളേർ എഴുതുന്നത് അവരത് ആ അക്ഷരങ്ങൾ ഓർത്തിരിക്കാണ്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ടാണ് പണ്ട് ആശാൻ പള്ളിക്കൂടത്തിൽ നമ്മൾ ഇപ്പോഴും ഹരീശ്വര എഴുതുന്ന എവിടെ മണ്ണിലല്ലേ, അതിൽ എഴുതുമ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ ടെക്സ്ചറിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ അവരുടെ ഹൃദയസ്ഥമാക്കാൻ അത് നല്ലതാണ്. ബീച്ചിൽ കൊണ്ടുപോയി അവിടെ പോയി ഈ നമ്മൾ എഴുതിക്കുമ്പോൾ A to Z എഴുതണമെന്ന് നിർബന്ധം പിടിക്കരുത്. 1-2 ലെറ്റേഴ്സ് അവിടെ എഴുതി നോക്കുക, പിന്നെ 1-2 നമ്പേഴ്സ് അവിടെ എഴുതി നോക്കുക, മാറി മാറി തിരിഞ്ഞുമൊക്കെ എല്ലാ ലെറ്റേഴ്സും എഴുതിക്കുക. അതിൻ്റെ ഓർഡറിലൊന്നും എഴുതണ്ട, എല്ലാം ഇവർക്ക് അറിയാമോ എന്ന് അറിഞ്ഞാൽ മതി. നമുക്കിതിവർക്ക് പഠിച്ചാൽ മതിയല്ലോ. ഇവരിങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മൊത്തം എഴുതി തീർക്കണം എന്നുള്ള വാശിയൊന്നും വേണ്ട. ഇവർ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഗ്ലിറ്റർ പെൻ വാങ്ങിച്ചു കൊടുക്കുക. നമ്മൾ വലുതായിട്ടൊരു ലെറ്റർ എഴുതി കൊടുത്തിട്ട് അത് കളർ ചെയ്യാൻ പറയുക. അതിന് ഓരോ കളർ ഏതാണെന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ കളർ ചെയ്യുക. അങ്ങനെ പല വേസും ഉണ്ട് പിള്ളേരെ കൊണ്ട് എഴുതിക്കേണ്ട. അത് കൂടുതൽ രസകരമാക്കി മാറ്റുക.